ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏവർക്കും നല്ലതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കൂടി പഠിച്ചു പോകാം. ഓക്കെ, പിന്നെ ഒരു ചെറിയ സന്തോഷ വാർത്ത. ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് 2.0 എന്ന് പറയുന്ന പുതിയ ചാനൽ നമ്മൾ ഇന്നലെ ലോഞ്ച് ചെയ്യുകയുണ്ടായി. അതായത് ഫസ്റ്റ് വീഡിയോ നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. ക്ലാസ് വൈസ്, അതായത് സബ്ജക്റ്റ്, ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് ഏത് എക്സാമിനേഷൻ ആണെങ്കിലും അതിനൊരു സിലബസ് കാണും അല്ലേ. അപ്പോൾ നമുക്ക് മിക്ക എക്സാമിനേഷൻ ഇപ്പോൾ 10th ലെവല്, +2 ലെവല്, ഡിഗ്രി ലെവലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിലബസ് അനലൈസ് ചെയ്താൽ നമുക്കറിയാം മലയാളം, ഇംഗ്ലീഷ് അതൊക്കെ സെയിം ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുന്നല്ലാതെ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസ് വൈസ് ക്ലാസ് ആണ് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് 2.0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഫസ്റ്റ് നമ്മുടെ ക്ലാസ് 7 PM അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. ഇനി ഈ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് 2.0 എന്ന് പറയുന്ന ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വൈകുന്നേരം 7 മണിക്കാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലാസ്സുകൾ കാണുക. അതുപോലെ തന്നെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതാ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് കേരളത്തിലെ ഡാമുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഡാമുകൾ ഏതൊക്കെ ജില്ലയിലാണെന്നും ഈ ഡാമിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ നമ്മൾ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങി എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ കേരളത്തിലെ ഡാമുകൾ. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകാം. ഇത് ഒരു ക്യാപ്സൂൾ ടൈപ്പ് ക്ലാസ് ആയതുകൊണ്ട്, അതായത് ഹോട്ട് ടോപ്പിക്സ് ആണ്, എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വേണ്ടവർക്ക് നമ്മുടെ പ്രീവിയസ് ക്ലാസ് കാണാം. അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡാമുകളുടെയൊക്കെ ക്ലാസ് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആദ്യ കാലങ്ങളിൽ എടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു ഫാക്റ്റും വ്യത്യാസമില്ല എന്നുള്ളത് കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് വേണ്ടവർക്ക് ആ ക്ലാസ്സുകൾ കാണാം. ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ പഴയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ഓൾറെഡി ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഉണ്ടായിരിക്കും. പുതിയതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുടെ ശ്രദ്ധയിലേക്കാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാം, മലമ്പുഴ ഡാം, ബാണാസുര സാഗർ ഡാം, ഇടുക്കി ഡാം, പീച്ചി ഡാം, തെന്മല ഡാം എന്നിവയെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടായിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പം ഞാൻ പറഞ്ഞ ഈ പോയിന്റിൽ തന്നെയുണ്ട്, കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് ഏത്? മുല്ലപ്പെരിയാർ ഡാം അല്ലേ. കേരളത്തിലെ ആദ്യത്തെ ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. പെരിയാർ നദിയിലാണ് എന്ത്? മുല്ലപ്പെരിയാർ ഡാം. അപ്പം കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടാണ്, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പെരിയാറിലാണ് എന്ത്? മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യുന്നത് 1895 അല്ലേ. 1895 മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സുർക്കി മിശ്രിതം കൊണ്ടാണ്. ഇപ്പം ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് വീഡിയോ പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. സോ വേണ്ടവർ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയേറെ ഫാക്റ്റുകൾ പഠിക്കാൻ പറ്റും. അതായത് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയ വർഷം, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എത്ര വർഷത്തേക്കായിരുന്നു, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കിയത് ആരൊക്കെ തമ്മിലാണ് ആ ഒരു എഗ്രിമെൻ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ, മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി, മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് ആര് എന്നിങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ആ ക്ലാസ്സിലുണ്ട്. അപ്പോൾ വേണ്ടവർ എന്ത് ചെയ്യുക, ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടില്ലേ, ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞു പോകുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്. ഇപ്പോൾ എക്സാം ഓറിയൻ്റായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയ്ക്കുള്ള ലിങ്കുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാമാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. സോ യു മസ്റ്റ് സ്റ്റഡി ദിസ്. അടുത്തത് മലമ്പുഴ ഡാം. നമ്മൾ കണ്ടു കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം ആണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്നത് ഏതാണ്? മലമ്പുഴ ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഡാമാണ്. പാലക്കാട് ജില്ലയിലാണ് എന്ത്? മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്.
മലമ്പുഴ ഡാമിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഈ മലമ്പുഴ ഡാം ഞാൻ പറഞ്ഞു സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്, മലമ്പുഴയിലാണ് മലമ്പുഴ ഡാം ഉള്ളത് അല്ലേ. മലമ്പുഴ നമുക്കറിയാം അവിടുത്തെ റോക്ക് ഗാർഡൻ അല്ലേ, മലമ്പുഴ റോക്ക് ഗാർഡൻ്റെ ശില്പി ആരാണ്? നെക്ചന്താണ് മലമ്പുഴ റോക്ക് ഗാർഡൻ്റെ ശില്പി. മലമ്പുഴ ഡാം എപ്പോഴും പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴയാണോ എന്ന് പലർക്കും കൺഫ്യൂഷൻ തോന്നി തെറ്റിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാണ്? മലമ്പുഴ ഡാം തന്നെയാണ്. മലമ്പുഴ ഡാമിലാണ് എന്തുള്ളത്? മലമ്പുഴ യക്ഷി, കേരളത്തിൻ്റെ വൃന്ദാവനം എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? മലമ്പുഴയാണെന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഇതൊക്കെ പി എസ് സിയുടെ മുൻവർഷ ക്വസ്റ്റ്യനാ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ പ്രീവിയസ് ക്ലാസ്, ആ പ്രീവിയസ് ക്ലാസ് മസ്റ്റായിട്ടും കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഏതൊക്കെയാണ് മുൻവർഷ ചോദ്യങ്ങൾ എന്നൊക്കെ. സാധാരണ ഞാനിങ്ങനെ പറയുന്നതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇനിയും ചോദിച്ചേക്കാം എന്ന് പറയുന്നതൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പലതവണ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഡാമിനെ പറ്റി പഠിക്കുമ്പോൾ മുല്ലപ്പെരിയാറും മലമ്പുഴയും മസ്റ്റായിട്ടും പഠിക്കണം. അതുപോലെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഡാമാണ് ഏത്? ബാണാസുര സാഗർ ഡാം. നമ്മുടെ വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ഏതെന്ന് പറയുന്നത്? ബാണാസുര സാഗർ ഡാം അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. വയനാട് ജില്ലയിലാണെന്ന് പറഞ്ഞു. കബനി നദിയിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ബാണാസുര സാഗർ ഡാം കബനി നദി. മുല്ലപ്പെരിയാർ നമ്മൾ പറഞ്ഞു പെരിയാർ നദിയിലാണ്. മലമ്പുഴ റിവറാണ്. ബാണാസുര സാഗർ ഡാം വരുന്നത് കബനി റിവർ അല്ലെങ്കിൽ കബനി നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ഏത്? ബാണാസുര സാഗർ ഡാം. വയനാട് ജില്ലയിലാണ്. മഹാബലിയുടെ പുത്രന്റെ പേരിൽ അറിയപ്പെടുന്ന ഡാം ഏതെന്നൊക്കെ പി എസ് ചോദിച്ചിട്ടുണ്ട്. ഏതാണിത്? അത് ബാണാസുര സാഗർ ഡാമാണ്. അപ്പോൾ ബാണാസുര സാഗർ ഡാമിൻ്റെയും എല്ലാം ക്ലാസ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ ലിങ്കുകൾക്കകത്തുണ്ട്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്ന ലിങ്കുകൾ ഓരോന്നുമായിട്ട് ഓപ്പൺ ചെയ്തിട്ട് മസ്റ്റായിട്ടും പഠിക്കണം കേട്ടോ. അതുപോലെ അതെടുത്ത് ഓപ്പൺ ചെയ്ത് പഠിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പഴയ ആൾക്കാരുടെ ഈ നോട്ട് കാണും, അവർ ചെയ്യണമെന്നില്ല. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന പിള്ളേർ ഇങ്ങനെയും ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ലെച്ചൂസ് എഡ്യൂടിപ്സ് 2.0യുടെയും ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതും ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം എങ്ങനെയോ എവിടെയൊക്കെയായിട്ട് എന്തൊക്കെയോ ഫാക്റ്റ് കിടക്കുന്നു, ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളവർക്ക് ആ കൺഫ്യൂഷനൊക്കെ മാറ്റി ഒന്നേന്ന് വേണമെങ്കിൽ തുടങ്ങാം ലെച്ചൂസ് എഡ്യൂടിപ്സ് 2.0യിലൂടെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇടുക്കി ഡാം. ഇടുക്കി ഡാമിന് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. പി എസ് സി പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ച് കാണുന്നതാണ്. അപ്പം നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് മുല്ലപ്പെരിയാർ, മലമ്പുഴ, ബാണാസുര സാഗർ ഡാം, ഇടുക്കി ഡാം എന്നിവ തന്നെയാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ് എന്നുള്ളത് അറിയാം. പെരിയാർ നദിയിലാണ്. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണ് ഏതെന്ന് പറയുന്ന ഇടുക്കി ഡാം അല്ലേ. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട്, കേരളത്തിലെ ആദ്യത്തെ കമാന അണക്കെട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നമ്മുടെ ഇടുക്കി ഡാമാണ്. ഇടുക്കി ഡാം നിങ്ങൾക്കറിയാം കുറവൻ കുറത്തി മലകൾക്ക് ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്ന? ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. കുറവൻ കുറത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഇടുക്കി ഡാം. ഇടുക്കി ഡാം 1976ലാണ് ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്നത്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ ഇടുക്കി ഡാമിൻ്റെ സ്ഥാപക ശേഷി എപ്പോഴും പി എസ് സി പരീക്ഷകളൊക്കെ ചോദിക്കാറുള്ളതാണ്. 780 മെഗാവാട്ടാണ്. പിള്ളേരെ നിങ്ങൾ ഓർക്കും പി എസ് സി കൂടുതലും പ്രസ്താവനയല്ലേ ചോദിക്കുന്നത്, പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഈ പി എസ് സി പ്രസ്താവന ചോദിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ ഫാക്റ്റിനെയും അടുക്കി വെച്ചിട്ടാണ് പ്രസ്താവനകൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇടുക്കി ഡാമും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ മുൻപ് ചെയ്ത വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് പഠിക്കണം, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ. അല്ലാത്തവർക്ക് കുഴപ്പമില്ല, മസ്റ്റ്. അതായത് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലിങ്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. പി എസ് സി നേരത്തെ ഒരു വർഷം നമ്മളോട് ചോദിച്ചിട്ടുള്ള പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല. പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തെന്മല ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലാണ് തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാറിലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ തെന്മല ഡാം വരുന്നത്. കല്ലട ജലസേചന പദ്ധതി അല്ലെ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ചുമ്മാ സമയം കളയുന്നില്ല. തന്നെയുമല്ല,
ഞാൻ ഈ വീഡിയോയിൽ മറ്റേ പഴയ വീഡിയോയിലൊക്കെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ട ഫാക്റ്റുള്ള സാധനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ അത് ചെയ്യാതിരിക്കാനായിട്ട് പഴയ വീഡിയോ ക്ലാസ് ഇതാ ഇപ്പം തന്നെ ഓപ്പൺ ചെയ്ത് അതും പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഈ കേരളത്തിലെ ഡാമുകൾ എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 150 ടോപ്പിക്സ് ഒത്തിരി ഡിലേ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷെ ആ ഹെൽത്ത് ഇഷ്യൂസ് എന്താ പറയുക, നമ്മളെ തീരെ കിടത്തിക്കളയും. അപ്പോൾ നമുക്കൊരു ഡിപ്രസ്ഡ് മൂഡിലേക്ക് ഞാൻ തന്നെ അറിയാതെ പോകും. ഒരു ഡിപ്രസ്ഡ് മൂഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നിനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ആയി പോയത്. എങ്കിലും മാക്സിമം എനിക്കിപ്പോൾ ഉള്ള കാര്യം പറയാമല്ലോ, ഒരു 10 ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫേസ് കാണിച്ച് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാൻ OBS ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതിനിടയ്ക്ക് OBS ക്ലാസ്സുകൾ കാണും. കാരണം എങ്കിൽ മാത്രമേ എനിക്കൊരു 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുഖം കണ്ടു പഠിക്കാൻ കൊതിക്കുന്ന ആൾക്കാർ മുഖം കാണാതെയുള്ള ക്ലാസ്സുകളും കണ്ടു പഠിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പഠനമാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ കിട്ടിയാലും നിങ്ങളത് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക. മാക്സിമം ഞാൻ ഫേസ് കാണിച്ച് തന്നെ ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം കേട്ടോ. താങ്ക്